ചങ്ങന്മാരെ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളി. ഇതുപോലെ പണി കിട്ടുന്ന കേസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇത് നോക്കി കേട്ടോ, റിസ്ക് എടുത്ത് പോവുകയാണ്. അവിടെ വെള്ളക്കെട്ട് കണ്ടിട്ട് ഡൗട്ട് അടിച്ച് പോവില്ല എന്നൊക്കെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോകട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പണി കിട്ടും. നമുക്ക് ഞായറാഴ്ച ആയിട്ട് പോലും നമ്മൾ മെക്കാനിക്ക് കുട്ടനെ വിളിച്ചപ്പം വന്നു കേട്ടോ. 2ാം പെരുന്നാളുടെ ദിവസമാണ്. നമ്മൾ ലൈന് കുടുങ്ങിയതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്തായാലും ഊരി പോകുന്നില്ല, നേരായിട്ട് എത്തിച്ച് മതിലോ. ഏതായാലും വരുന്ന വഴിക്കല്ല സാധനം എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഈ ബൂട്ട് പൊട്ടി കഴിഞ്ഞാൽ അപ്പം മാറ്റണം, അല്ലാതെ വെള്ളം കയറി അതിൻ്റെ ഗ്രീസൊക്കെ പോയാൽ കട്ടിങ് പിന്നൊക്കെ പോകും. അപ്പോൾ ഗ്രീസില്ലാതെ അതിൻ്റെ ബൂട്ട് പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉടനെ മാറ്റണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം കയറിയ പണി കിട്ടുന്ന കേസുകളാണ് ഇതൊക്കെ. അപ്പോൾ പെരുന്നാളിൽ അന്ന് തന്നെ ട്രിപ്പ് വന്ന് തിരിച്ച് പോകുമ്പോഴാണ് എനിക്ക് പണി കിട്ടിയത്. നമ്മുടെ സൈഡാക്കിയിട്ട് പോയതാണ്. നമ്മുടെ വെളിമുക്ക് കൂഫ ഭാഗത്താട്ടോ പോയി. ഇവിടുത്തെ അടുത്തുള്ളൊരു സ്നേഹിതന് വന്ന് ഹെൽപ്പ് ചെയ്ത് ലാസ്റ്റ് ബ്രാജ് പാർക്ക് ചെയ്ത് പോയിക്കോന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിൽ പോയി. ഇന്ന് രാവിലെ ഞായറാഴ്ച അപ്പം കുട്ടനായിട്ട് വന്നതാണ്. കുട്ടൻ വന്നതുകൊണ്ട് ഇപ്പം ഒന്ന് പെട്ടെന്ന് വർക്ക് തീർന്നു കിട്ടി. ലേലിൽ നിന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ഏതായാലും നാട്ടിൽ പോയ അരച്ച് വണ്ടി ഇങ്ങനെ ഓടിച്ച് പോയതാട്ടോ. ഓടിച്ച് പോകുന്ന സമയത്ത് അത് റൈറ്റ് സൈഡാണ് നമ്മൾ നന്നാക്കിയത്. പക്ഷേ ഓടിച്ച് പോകുന്ന സൈഡത്ത് ലെഫ്റ്റ് സൈഡ് വീണ്ടും കംപ്ലയിൻ്റ് ഉള്ളത് പോലെ തോന്നി. അങ്ങനെ നേരെ വർക്ക്ഷോപ്പിൽ തന്നെ പോയി. പിന്നെ ലെഫ്റ്റ് സൈഡ് എടുത്ത് സാധനങ്ങളൊക്കെ അയച്ചപ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പണിയുള്ളത് കേട്ടോ, വെള്ളം കയറിയിട്ട്. അപ്പോൾ ഏതായാലും വർക്ക് എടുത്തതല്ലേ, പിന്നെ തിങ്കളാഴ്ച നമുക്ക് വണ്ടി ഓടേണ്ടതാണല്ലോ. ഏതായാലും വർക്ക് ചെയ്യും വേണം. അപ്പോൾ ഏതായാലും ഇതല്ല, അത് വെള്ളത്തിൽ കൂടെ ഓടിയോണ്ട് അങ്ങനെ പെട്ടെന്ന് സംഭവിച്ച്. ഇതുകൊണ്ടാണ് വെള്ളത്തിൽ കൂടെ പോകാൻ കഴിയില്ല എന്ന് പറയാനുള്ള കാരണം കേട്ടോ.